എനിക്കറാ സമയം ഒരുപാടായി. കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ ഞാൻ. എന്റെ പൊന്നാര ഹാപ്പി എണീറ്റ കേട്ടോ, ജോലിക്ക് പോവല്ലേ? മോനെ രാമ എണീക്കടാ. നശിപ്പിച്ചു. എന്താ അമ്മ? എണീക്കടാ, കോളേജിൽ പോകാൻ ലേറ്റ് ആകുവേ. ശ്രീറാം, സ്നേഹമുള്ളവർ റാം, രാമൻകുട്ടി, രാമേട്ട, രാമോ, അങ്ങനെ പല ചെല്ലപ്പേരിട്ട് വിളിക്കും. പ്രായം 28 ബട്ട് സ്റ്റിൽ എ കോളേജ് സ്റ്റുഡന്റ്. നീ പോകുവാണോ? വല്ലതും കഴിച്ചിട്ട് പോടാ. എനിക്ക് വേണ്ട. ഹേയ് രാമേട്ടാ, എന്താണ് ഇന്ന് സ്വപ്നം കണ്ടോ? മുഖമൊക്കെ നല്ല ചൊവ്വാന്നിരിക്കുന്നു. അല്ല, എവിടെ പടം എവിടെ? ഓ രാമേട്ടാ, മറന്നുപോയി. ഓ രാമേട്ടാ, ഇതിപ്പോ നേരിൽ കാണാത്ത ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ട ഒരാളെ എന്തിനാ ഇങ്ങനെ പുറകെ പോയി പ്രണയിക്കുന്നത്? ഇങ്ങനെ ഒരാളുണ്ടോന്ന് തന്നെ അറിയില്ലല്ലോ. എടാ മോനെ ചിക്കു, ഒരു തവണയാണ് പെണ്ണ് എന്റെ സ്വപ്നത്തിൽ വന്നതെങ്കിൽ ഞാൻ മറന്നു കളഞ്ഞേനെ. ഇതിപ്പോ ഒരാഴ്ച 2-3 തവണയാന്നേ വരുന്നേ. അപ്പോൾ അങ്ങനെ ഒരാൾ കാണില്ലേ? പോരാഞ്ഞിട്ട് ഞാൻ നിനക്ക് വരയ്ക്കാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ലേ? അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ സ്വപ്നത്തിന്റെ ഒരു ആഴം. കോപ്പാണ്. നീ പോടാ മാറി. ഇതാര്? ഭൂമിയോ? ഇതെന്ന് വന്നു? സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിന്റെ എനിമി പ്രിയ വന്നില്ലേ? അവൾ എന്റെ ശത്രു ഒന്നും അല്ല. എടാ ജഗ, നിനക്കറിയാലോ ഞാൻ അവളെ എങ്ങനെയാ കാണുന്നതെന്ന്. ഞാൻ അവളുടെ കാമുകനെ ഒന്നും അല്ലല്ലോ പ്രണയിക്കുന്നത്, അവളുടെ ചേട്ടനെയല്ലേ. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഇനി നിന്റെ കാര്യം പറഞ്ഞ അങ്ങ് ചെന്നാ മതി. നിനക്ക് തരാനുള്ള തല്ല അവൾ എനിക്ക് തരും. ഇവളൊട്ടും മോശമൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് തരുന്നതിന്റെ ഇരട്ടിയല്ലേ തിരിച്ചു കൊടുക്കുന്നേ. പാവം സൂര്യ. എന്നാൽ അങ്ങനെ എനിക്കിതിൽ പരാതിപ്പെട്ടല്ലോ. അത് ശരിക്കും സാറല്ല, പ്രിയ പരാതി കൊടുത്തത്. നീ ഇതിനെ അവളോട് ചെന്ന് ചോദിക്കാനൊന്നും പോകരുത്. ഓ ഈ കുട്ടി പിശാച്. ഞാൻ ക്ലാസ്സിൽ കാണാം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൾ എന്നാ ജഗ്ഗു നിന്നോട് സംസാരിച്ചത്? എന്റെ പ്രിയേ, എന്നോടല്ല, ഈ രാമേട്ടനോടാ. ആണോ ഏട്ടാ? അതെല്ലോ. ഭൂമിക, എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? താൻ വല്ലത് ശ്രദ്ധിക്കുന്നുണ്ടോടോ? ഉണ്ടോന്ന്? ഉണ്ട് സാർ. ഓ ഈ ഏട്ടനൊന്ന് ശരിക്കുള്ള വഴക്ക് പറഞ്ഞൂടെ? എന്തുവാടി? ചുമ്മാ. റാം വാ, ക്യാൻറ്റീനിൽ പോകാം. എന്ത് സാധനമാ റാം നിങ്ങളുടെ ഫ്രണ്ട്? അയാളുടെ മുഖം എപ്പോഴും ഈ കടന്നല് കുത്തിയതുപോലെ ഇരിക്കത്തുള്ളോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ? ഒന്ന് അയാളുടെ സ്വഭാവം പറഞ്ഞതാന്നേ. ഞാൻ ഇതും ചോദിച്ചോണ്ടാ പ്രിയയുടെ പിന്നാലെ പോയതാ. അന്ന് തൊട്ട് അവൾക്ക് ഞാൻ ശത്രുവാ. അവൻ പാവമാ. പാവമാ എന്ന് പറഞ്ഞോണ്ട് ചെന്നേച്ചാ മതി, എന്നെ അങ്ങനെ ആട്ടി ഓടിക്കും. അതാ വരുന്നുണ്ടല്ലോ 100 ആയുസ. അല്ലറാ, നിങ്ങൾ ഈ PG കൊണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കുമോ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മോളെ, അപ്പം സമ്മതിക്കണ്ടേ. കമ്പനിയിൽ കാല് കുത്തണമെങ്കിൽ ഡബിൾ PG വേണമെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാനാ? നിങ്ങളുടെ ഓരോരോ അവസ്ഥയെ. ഇന്ന് ഏത് ഭാവത്തിലും രൂപത്തിലുമാണ് നീ വരാൻ പോണത് എൻ്റെ സ്വപ്നത്തിൽ.
ഫോട്ടോ കൊണ്ടുവന്നോ? യെസ്, ആദ്യം പ്രതിഫലം എടുക്കുക, എന്നാലേ ഇത് തരൂ. ഓ, ഇന്നാ കൊണ്ടുപോ. വാവ്. ഒറ്റ ഒരെണ്ണം എന്റെ കണ്ണിലും കണ്ടുപോകരുത്. എന്റെ സ്വപ്ന സുന്ദരി ഇങ്ങനെയല്ല. അയ്യോ, രാമേടാ എനിക്ക്. ഹേയ് എടാ, എന്റെ ചെറുക്കാ, കണ്ണു തുറക്ക്. I need you like you need me. Girl, you make me better. Baby, you complete me. You and me together. അയ്യോ, പേരില് ദാണ്ട പിന്നെ ബോധം പോയി. എന്നാടാ രാമ നിനക്ക് പറ്റിയേ? ഞാൻ എവിടെയാ? വീട്ടിലാണോ മോനെ? ആ, എന്റെ സ്വപ്ന സുന്ദരി. ആര്? ആരുമില്ല, അമ്മ പൊക്കോ. എന്നാടാ നിനക്ക്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, അമ്മ പോ, അമ്മയുടെ വഴി നോക്ക്. അല്ല, ആ ഫോട്ടോ എന്ത് രാമു പോയി. പരിചയമുള്ള സൗണ്ട്. അയ്യോ, എന്റെ രാമുവിന് ഇത് എന്ത് പറ്റി? അപ്പം പഠിപ്പിച്ച് ചക്കര മട്ടായോ? ഞാൻ രാവിലെ പോകുന്നവരെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ആ, അവന് തല കറങ്ങിയെന്നാ ജഗ്ഗു പറഞ്ഞേ. അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കുരുപ്പിനെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? അവൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് വന്നതാ. അവൾക്ക് പിന്നെ അവളുടെ വീട്ടിൽ നിൽക്കണ്ടേ? ഓ, എന്താ ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്റെ ഏട്ടന്? ഇല്ല. ഇല്ലെങ്കിൽ സഹിച്ചോ? എന്നാലും എന്റെ സ്വപ്ന സുന്ദരി അല്ല, എന്റെ സ്വപ്ന സുന്ദര. റാം, നിങ്ങൾ തലകറങ്ങി വീണെന്നൊക്കെ കേട്ടല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെന്നാ നിങ്ങൾ ചിരിക്കുന്നത് കാണാനാന്നേ ഭംഗി. ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കാതെ ചിരിക്കുക, അങ്ങോട്ട് ചിരിക്ക. ഭൂമിക, എന്റെ കൂടെ ഒന്ന് വാ. I'm sorry sir, I'm busy. എന്ത് ബിസി? ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതോ? പാടി ഇങ്ങോട്ട്. അമ്മ എന്തോ? നീ എന്തിനാ അവനോട് സംസാരിക്കുന്നത്? റാം എന്റെ ക്ലാസ്മേറ്റ് ആണ്, അപ്പൊ ഞാൻ സംസാരിക്കും. അങ്ങോട്ട് മാറി നിന്നേ. ഇനി ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളുടെ പുന്നാര തങ്ങളെ കണ്ടാൽ നിന്നെ പഞ്ഞിക്കിടുള്ളൂ. മാറ്. നീ എന്തിനാ എന്നെ അന്ന് തല്ലിയത്? അതറിയാതെ സംഭവിച്ചതല്ലേ. ഞാൻ നിങ്ങളുടെ പെങ്ങളും തല്ലുകൂടുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ കയറി വന്നത്? അതുകൊണ്ടല്ലേ. പിന്നെ എന്റെ പെങ്ങളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അപ്പോൾ ഞാനോ? ഞാൻ ആരും അല്ലല്ലോ അല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് അല്ലേ? മാറങ്ങോട്ട്. I need you like you need me. Girl, you make me better. Baby, you complete me. You and me together. ഹലോ. ഹലോ. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? You are so handsome. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, നീങ്ങ വന്നേ. ചെടിച്ചിട്ട് താഴെ വേണ്ട സൗണ്ട് അല്ലേ കേട്ടത്? എനിക്ക് നല്ലോണം പേടിയാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കണം. ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നീ പേടിക്കണ്ട, ഞാൻ ഉടനെ വന്ന് സംസാരിക്കാം. സംസാരിക്കാന്ന് പറയുന്നതല്ലാതെ നീ വന്ന് സംസാരിക്കുന്നില്ലല്ലോ. അതെങ്ങനെയാ? നിന്റെ ഏട്ടനോട് വന്ന് സംസാരിക്കുമ്പോ അവൻ ആകെ ഒരു കിളി പോയാൽ മട്ടില്ല നിൽക്കുന്നത്.
ഇവളിതാരോടെ സംസാരിക്കുന്നത്? നീ വിഷമിക്കാതെ. ഇനി താമസിച്ചാൽ ശരിയാവില്ല. ദേ, എന്റെ വയറൊക്കെ വീർത്ത് വരുവാ. അമ്മ ചോദിക്കുകയും ചെയ്തു വയറ് ചാടിയല്ല എന്ന്. ഓ, ദാറ്റ്സ് മീൻ നമ്മുടെ കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുവല്ലേ? കുഞ്ഞോ? ഡേ, ഡാ, ഡാ. അപ്പൊ നിങ്ങൾ രണ്ട് ലവാണല്ലേ? അച്ഛാ, രാമു, മിണ്ടാതിരിക്കുക. അച്ഛാ, അച്ഛ ഓടി വാ. അച്ഛാ, അച്ഛാ. രാമു, എടി എനിക്ക് നമ്മുടെ ചെക്കന് നിലവിളിയാ കേട്ടത്. രാമ, രാമ, അയ്യോ അച്ഛൻ. ഇതാരാ? ഈശ്വരാ. അച്ഛാ, നിങ്ങളുടെ മോളെ ഗർഭിണിയാണ് അച്ഛാ. ആ, എന്തിനാ എന്നെ തല്ലിയേ? അവളെ അടിക്കൂ. ഈ നിൽക്കുന്നവന്റെ കുഞ്ഞാ. സത്യാണോടി? സോറി അമ്മ. അവളെ അടിക്കരുത്. ആ, വാ മക്കളെ, നിങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു ഞങ്ങൾ. സ്വാതി, ഇതെന്റെ പെങ്ങളാച്ചാ. കല്യാണത്തിന് ലീവ് കിട്ടാത്തോണ്ട് വരാൻ പറ്റിയില്ല. ആണോ? വാ മോളെ. I need you like you need me. ഇതെന്നാ പകൽ സ്വപ്നവും? Baby, you complete me. അതേ ചുണ്ട്, അതേ കണ്ണ്, അതേ കവിള്, അതേ സ്വപ്നമല്ലേ? ഒച്ച വയ്ക്കല്ലേ, ഒച്ച വയ്ക്കല്ലേ. ഇറങ്ങി പോടോ. I need you like you need me. Girl, you make me better. എന്താ എന്താ വല്ലാത്തൊരു ബഹളം. നീ എന്നെ ഒന്ന് വിളിക്കേ. ആ, അയ്യോ, അപ്പൊ സ്വപ്നമല്ല. ആരാ അത്? അതോ, അതെന്റെ ഹസ്ബൻഡിന്റെ പെങ്ങള് സ്വാതി. അവന് പെങ്ങളുണ്ടോ? പറഞ്ഞില്ല തെണ്ടി. ഫസ്റ്റ് ഇംപ്രഷൻ പോയി കാണുമോ? സ്വാതി സ്വപ്നത്തിൽ ഇതുപോലെ തന്നെ സുന്ദരിയ. എന്താണ് അങ്ങോട്ടേക്കൊക്കെ ഒരു നോട്ടം? വെറുതെ. നിങ്ങൾ ഇരട്ടകളാണോ? അല്ല, എന്തേ ഒരേപോലെ ഇരിക്കുന്നു? ആ, എന്താ സ്വപ്നസുന്ദരിയെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ആ, ചെറുതായിട്ട്. നിനക്ക് എങ്ങനെ അറിയാം? അതോ, ഇതുവരെ നീല കണ്ടിട്ടില്ലാത്ത സ്വാതിയുടെ സ്കെച്ച് നിന്റെ കയ്യിലിരിക്കുന്നത് കണ്ടു. നിന്റെ ഫ്രണ്ട് ജഗനോട് ചോദിച്ചപ്പോൾ അവനെല്ലാം പറഞ്ഞു തന്നു. ഓ, അപ്പോൾ ആ സ്കെച്ച് നീയാണല്ലേ എടുത്തത്? യെസ്. സ്വാതിയെ കളിക്കാൻ സഹായിക്കുമോ അളിയ? പിന്നെന്താ അളിയ? എന്റെ കൂടെ ഒന്ന് വരാമോ? എനിക്കിപ്പോൾ വരാൻ കഴിയില്ലടി. നീ രാമനെ കൂട്ടിക്കൊണ്ട് വയ്ക്കോ. നീ ഇവളുടെ കൂടി ഒന്ന് ചെല്ലാമോ? പിന്നെന്താ, എങ്ങോട്ടാ പോവണ്ടേ? ഇവിടുത്തെ ഏതെങ്കിലും നല്ലൊരു ജ്വല്ലറി ഷോപ്പിൽ പോയാൽ മതി. ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഇത് നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി. അവരുടെ കല്യാണത്തിന് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, സോ ഇപ്പോൾ കൊടുക്കുന്നു. റാം,
ആ ഇതാരാ? ഫ്രണ്ടാ. അല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഹസ്ബൻഡിന്റെ പെങ്ങളാ. ആ, ആ, സ്വാതി ഇതൊക്കെ സെലക്ട് ചെയ്തോ? എല്ലാം കഴിഞ്ഞ് വിളിച്ചാ മതി. ആ. നീ എന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്. ഞാൻ കോളേജിൽ പോയിട്ട് എത്ര നാളായിന്നറിയോ നിനക്ക്? ഞാൻ പോയിട്ടും കുറച്ച് നാളായി, അതുകൊണ്ട് അറിയില്ല. ഞാൻ പെട്ടിരിക്കുവാ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? എന്റെ കല്യാണത്തിന് ആഭരണം എടുക്കാൻ. കല്യാണമായോ? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. ആ, കല്യാണമായി. ഇപ്പോഴറിഞ്ഞില്ലേ? അല്ല, അപ്പൊ സൂര്യനല്ല, ചന്ദ്രൻ. മണ്ണാങ്കട്ട. എന്റെ വിധി വേറെ വല്ലവരും കെട്ട് ജീവിക്കാനാകും. ഇപ്പൊ കെട്ടാൻ വന്നിരിക്കുന്ന ആൾക്ക് ഒരേ നിർബന്ധം, എന്നെ തന്നെ മതിയെന്ന്. അച്ഛനും അമ്മയുമാണ് സമ്മതിക്കുകയും ചെയ്ത്. നല്ല ബന്ധമൊക്കെ തന്നെ. ചെറുക്കനും കൊള്ളാം. നീ എന്നാ സൂര്യനെ വേണ്ടെന്ന് വെക്ക്. ഞാൻ കരയും കേട്ടോ. അയ്യോ എടി, നീ പറയാതെ. ആൾക്കാരൊക്കെ നോക്കുന്നു. ഈ പെണ്ണ് നമുക്ക് വഴിയുണ്ടാക്കാടി. എന്നെ എന്താ സൂര്യക്ക് ഇഷ്ടമല്ലാത്ത? അങ്ങയുടെ പെങ്ങള് കാരണമാണോ? ഓ, നീ ഒരു കാര്യം ചെയ്യ്, നേരെ ചെന്ന് സൂര്യ കല്യാണം വിളിക്കും. അതിന് ഞാൻ ഉടനെ ഒന്നും കോളേജിലേക്ക് വരുമല്ലോ. നമുക്ക് വീട്ടിൽ പോയി വിളിക്കാം. വീട് എവിടാന്ന് പോലും അറിഞ്ഞൂടാ. എനിക്കറിയാം, ഞാൻ കൊണ്ടുപോകാം. പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും കോളേജിലേക്കും കൂടെ വാ നീ. റാം, പോകാം. ആ പോകാം. നിന്നെ ഞാൻ വൈകുന്നേരം വന്ന് കൊണ്ടുപോകാം. റെഡിയായിരുന്നോ? ആരാ അത്? ക്ലാസ്മേറ്റ്. കണ്ട ക്ലാസ്മേറ്റ് ആണെന്നൊന്നും തോന്നില്ലല്ലോ. പിന്നെന്താ, പെങ്ങളായി തോന്നുന്നുണ്ടോ? ലവറായി തോന്നുന്നുണ്ട്. എന്തിനു ചിരിക്കുന്നേ? ഇന്ന് ഈവനിങ് ഫ്രീ ആണോ? ഫ്രീ അല്ല. ഞാൻ അവളോട് പറയുന്നത് കേട്ടില്ലായിരുന്നോ? എനിക്ക് ഭൂമിയുടെ കൂടെ ഒരിടം വരെ പോകാനുണ്ട്. എനിക്ക് ഒരിടം വരെ പോണമായിരുന്നു. എങ്കിലിപ്പോൾ പോകാം. വൈകുന്നേരം പോകേണ്ടിടത്ത് ഇപ്പൊ പോയിട്ട് എന്താ കാര്യം? എന്നാൽ സരസിനോട് പറയൂ. അവനെവിടെ പോകാനുണ്ടെന്ന്. എന്നാൽ അപ്പനോട് പറയാൻ കൊണ്ടുപോകാൻ. നീ എന്താ ഇവിടെ? ആരാ ഏട്ടാ? നീ എന്താടി ഇവിടെ? പ്രിയ, ഭൂമി ഒരു നല്ല കാര്യം പറയാൻ വന്നതാ. പറഞ്ഞു കഴിഞ്ഞാൽ അവള് പൊയ്ക്കോളും. ഓക്കേ. അകത്തേക്ക് വാ. അകത്തേക്ക് വരുന്നില്ല. ഇവിടെ നിന്ന് പറഞ്ഞോളാം. 2 ആഴ്ച കഴിഞ്ഞാൽ എന്റെ കല്യാണമാ. അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇതാ ഇൻവിറ്റേഷൻ കാർഡ്. നിന്റെ മാരേജോ? അതെ, നീയും വരണം. ഭൂമി, എന്നാ പോകാം. പോകാം. ഇത്ര പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചോ? ഏട്ടൻ എന്താ അവൾ ഇഷ്ടമല്ലാത്ത? ഞാനോർത്ത് അവളോട് ഇഷ്ടമായിരിക്കുമെന്ന്. ഒറ്റൊരെണ്ണം വെച്ച് തെരഞ്ഞ്. വന്നോ? ഇയാൾ അവളെയും കൊണ്ട് കറങ്ങാൻ പോയിട്ട് ഇപ്പഴാ വരുന്നത്. ഹലോ, ഡിന്നർ കഴിച്ചോ? ഭൂമി, മാരേജിന് നീ സമ്മതം പറഞ്ഞോ? പറഞ്ഞു. ഓ. സൂര്യ, അങ്ങനെ വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ വിളിച്ചോട്ടെ? സൂര്യ. ഞാൻ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കട്ടെ? വേണ്ട, അച്ഛനോലക്കേക്ക് അടിക്കും. ഒളിച്ചോടാം. പോസിബിൾ ആക്കാം. ഒളിച്ചോടാനോ? ഒളിച്ചോടാനോ? ഇയാൾ എന്നെ ചതിക്കുമായിരുന്നു. സൂര്യ സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിൽ ആരും ഇല്ലാത്തപ്പോൾ വേണം. നോക്കിയും കണ്ടുമൊക്കെ ഇറങ്ങി വരണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നാളെ വിശാൽ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? നീ അല്ലേ പറഞ്ഞ റാമിന് എന്നെ ഇഷ്ടമാണ്, എന്റെ സ്കെച്ച് അവന്റെ കയ്യിലുണ്ട് എന്നൊക്കെ? അതെ, ഞാനാ പറഞ്ഞു.
എന്നാൽ അങ്ങനെയല്ല, എന്നെ നീ വെറുതെ ആശിപ്പിച്ചു. ആന കൊടുത്താൽ ആശ കൊടുക്കരുത് സരസേ. അതിനിപ്പോൾ എന്തോ ഉണ്ടായേ? അങ്ങനെ ഏതോ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടാൻ പോകുക. കൂടി അവൻ അങ്ങനെ ചെയ്യില്ല. ചെയ്യും. ഞാൻ കേട്ടത് അയാൾ ഫോണിൽ സംസാരിക്കുന്നത്. എന്നെ ചതിക്കുമായിരുന്നു അയാള്. റാം എന്നെ സ്വപ്നത്തിൽ കണ്ടാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ എനിക്ക് അയാളെ കാണുന്നതിന് മുന്നേ ഇഷ്ടമായിരുന്നു. എനിക്ക് റാമിനെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ ഞാൻ കൊല്ലും, നോക്കിക്കോ. അവരുടെ ഒളിച്ചോട്ടം ഞാൻ കൊളവാക്കും, കണ്ടോ നീ? റാം, സ്വപ്നത്തിൽ വിളിക്കുന്നത് പോലെ തന്നെ. എവിടേക്കാ പോകുന്നത്? ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. ഞാനും വരുക. അല്ല, അത് പിന്നെ കൊളവാക്കി തരുന്നുണ്ട് ഞാനെല്ലാം. I need you like you need me. Girl, you make me better. Baby, you complete. ഞാനിപ്പോ എന്താ ചെയ്യാം? പെണ്ണിറങ്ങി വരുമ്പോഴത്തേനും അവളെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റട്ടെ, അല്ലെങ്കിൽ അവളിറങ്ങി വരുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ വിളിച്ച് കാണിക്കട്ടെ. യെസ്, കാണിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അതെ ചേട്ടാ, ചേട്ടൻ കല്യാണ പെണ്ണിന്റെ ആരാ? ഞാൻ കല്യാണ പെണ്ണിന്റെ അമ്മാവനാ. ആണോ? എന്നാ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് ഇവിടുത്തെ പെണ്ണൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടാൻ പോകുക. ഹേ? ഭൂമി, ഞാൻ നിന്റെ വീടിന്റെ പുറകിലുണ്ട്, അങ്ങോട്ടേക്ക് വാ. ആ, ഞാൻ ദേ വരുവാ. സൂര്യ, സൂര്യ, ആരെങ്കിലും ഉണ്ടോ? ഓടിക്കോടി. റാം, വണ്ടിയിട് വണ്ടിയിട്. ഇതാരാ? എടാ ഭീകര, നീ അപ്പോഴേക്കും വിളിച്ചോണ്ട് വന്നോ? നിലവിളക്ക് എടുത്തോണ്ട് വാ മോളെ, ചേച്ചി അകത്തോട്ട് കയറട്ടെ. അതിന് നീ എന്റെ ഏട്ടനെ കെട്ടിയില്ലല്ലോ. കെട്ടുവല്ലോ. തൽക്കാലം നീ വലതുകാലം വെച്ച് കയറി വാ. നിങ്ങളും വാ. ഇല്ലടാ, ഞങ്ങളിനി നിൽക്കുന്നില്ല, ഇറങ്ങിയേക്കുവാ. വാ സ്വാതി. ഉം, ആ, ആ. ഞാൻ സോറി. സോറിയോ? ആ, ഞാനോർത്തു ഇയാളാ ഒളിച്ചോടാൻ പോണേന്ന്. ഞാനോ? ഞാൻ തെറ്റിദ്ധരിച്ചതാ. തെറ്റിദ്ധരിക്കണ്ടേ? എനിക്കൊരാളെ പെരുത്തിഷ്ടമാണ്. ആ, സാധിക്ക് അറിയാം ആളെ. ഒന്ന് വേഗം പോകാവോ? നോക്കാം, ഞാൻ ബാക്കി പറയട്ടെ. എനിക്ക് കേൾക്കണ്ട. നീ ഇതൊക്കെ തെറ്റിയിടാക്കി എവിടെ പോകുക? ഞാൻ എന്റെ വീട്ടിലേക്ക്, അല്ലാതെ ഇങ്ങോട്ടാ. അതിന് നിന്റെ ലീവ് തീർന്നില്ലല്ലോ. ഞാൻ ലീവ് ക്യാൻസൽ ആക്കി. എന്തിന്? നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഇനി നീ കാര്യം പറ. മാങ്ങാണ്ടി മോറ, റാമിന് വേറൊരു പെണ്ണിനെ ഇഷ്ടമാ. നീ റാം ഒക്കെ എന്നെ ചതുക്കി വരുന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. നിന്റെ ഒക്കെ വാക്ക് കേട്ട് പെട്ടിയും കടക്കി എടുത്ത് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് നേരത്താണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. റാം, റാം. എന്തിനാ റാമിനെ വിളിക്കുന്നേ? എന്താടാ? എന്താ സ്വാതി? അത് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോകാനോ? അതെന്താ പെട്ടെന്ന്? ലീവ് തീർന്നു, അതുകൊണ്ട് പോയേക്കുവാ. നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് 1 month സ്വാതി ഇവിടെ കാണുമെന്ന്. ആ ടൈം കൊണ്ട് വളച്ചെടുക്കാന്ന്. നീ കാരണം തന്നെ അവൾ പോകുന്നത്. ഞാനോ? ഞാൻ എന്ത് ചെയ്ത്? നീ അല്ലേ പറഞ്ഞ അവളോട് നിനക്ക് വേറെ ലവർ ഉണ്ടെന്ന്. അതുകൊണ്ട് മണ്ണാൻ കേട്ടാ. നിനക്ക് ലവർ ഉണ്ടെങ്കിൽ അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് ആലോചിച്ചു നോക്ക്. ആ, സ്വാതി ഇന്ന് പോകണ്ട. ഇല്ല, നാളെ പോകുന്നുള്ളൂ. സ്വാതി നാളെയും പോകുന്നില്ല. ഞാൻ പോകും. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പോയേക്കോ. അതെ, ഉം, ഇതെന്താന്നറിയാമോ നിനക്ക്? അറിയില്ല. നോക്ക്. നോക്കി. നീ എന്താ സർപ്രൈസ് ആവാത്തെ? ഇത് ഞാനല്ലേ? ഇത് കണ്ട് ഞാൻ എന്തിനാ സർപ്രൈസ് ആകുന്നേ? ഇതിന്റെ പിന്നിലുള്ള കഥ അറിഞ്ഞാൽ നീ ഉറപ്പായും സർപ്രൈസ് ആകും. പറ നോക്കട്ടെ. ഞാനൊരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ലൈക്ക് ഞാനും എൻ്റെ വൈഫ്. എന്ത് സ്വീറ്റ് മൊമെന്റ് ആയിരുന്നെന്നോ.
പിന്നെ ആ മുഖം മിക്ക ദിവസവും എൻ്റെ സ്വപ്നത്തിൽ വരാൻ തുടങ്ങി. വേറെ സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടിയെ പിന്നീട് ഞാൻ അങ്ങോട്ട് പ്രേമിക്കാൻ തുടങ്ങി. ഞാൻ വട്ട് പറയുവാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ബാക്കി പറയ്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ജഗനെ കൊണ്ട് ആ കൊച്ചിന്റെ ഫോട്ടോ വരപ്പിച്ചു. ആ സ്കെച്ചാണിത്. സോ വാട്ട്? ഞാൻ ഇനിയും വ്യക്തമാക്കണോ? ആക്കണം. മിസ് സ്വാതിയിൽ നിന്നും മിസ്സസ് റാമാകാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെ പറയണം? യെസ് പറ. എന്റെ സ്വപ്നത്തിലെങ്കിലും റാം കണ്ടിട്ടുണ്ട്. ഞാൻ റാമിനെ കാണാതെ ഇഷ്ടപ്പെട്ടത്. അത് റാമിന് അറിയാമോ? ഞാൻ വന്നത് തന്നെ റാമിനെ കാണാനാ. സരസ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് റാമിനെ കുറിച്ച്. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? നിന്റെ ചേട്ടൻ എന്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ഞാൻ അങ്ങനെ വളച്ചേനെ. ക്യാൻ യു ബിലീവ് ഇറ്റ്? വേഗം തനിക്ക് പിടിച്ചാൽ എന്ത് ചെയ്യാനാ? അവൾ വിളിച്ചു. റാം, എനിക്ക് മതി ഇറങ്ങിയത്. മിണ്ടാതെ കിടക്കടി. മോനെ രാമ, എന്താ എന്റെ ഹൃദയാഭിലാഷ വിരിച്ചു.